ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നിന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ബിസിനെ രാജേട്ടനായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പാട്ട് പാടിയത്. അല്ല, പിതൃവേദിക്ക് ഇപ്പം പാടുന്നില്ല, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ. അപ്പം വർഗീസ് സാറ് വരും. എനിക്ക് നിങ്ങളുടെ പുതിയ രണ്ട് തല ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. എനിക്ക് നിർത്തിക്കേ ഇത് കമ്മിറ്റി എല്ലാം കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് വലിയ വാചകമാണല്ലോ തോന്നല്ലോ. നമുക്കിനിയിപ്പോൾ ഉച്ച കഴിയുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്താനല്ല. അപ്പം ഇച്ചിരി എന്നേലും കുടിക്കാൻ തരട്ടെ, ശാലം നാരങ്ങ വെള്ളം തരാം. ഓ, ഞങ്ങൾ ഓർത്തിരിക്കുമായിരുന്നു അനുസരിച്ചത്. അതെല്ലേ, പരവേശമുണ്ട് എല്ലാവർക്കും അല്ലേ? കുടിച്ചോ? താങ്ക് യു അനുചേച്ചി. താങ്ക് യു. നന്നായിട്ടുണ്ടല്ലോ അനുചേച്ചി. ഇവിടെ ഒന്നും ഉണ്ടാക്കിയതാണോ ഇത്? ഇത് എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ലതാ. അതെ, ഒരു പ്രത്യേക രുചിയില്ലേ? ഒട്ടും കയ്പും ഇല്ല, എന്നാൽ മധുരവും കൂടുതലില്ല. വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അല്ലേ? സാധാരണ നാരങ്ങാവെള്ളമല്ല, ഇതിനകത്ത് 3 സാധനം കലക്കിയിട്ടുണ്ട്. അത് 3 എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് കിട്ടണുണ്ടോന്ന് നോക്കിയേ. ഒന്ന് പഞ്ചസാരയുണ്ട്, കുടിച്ചു നോക്കിയേ. ഒന്ന് ഉപ്പുണ്ട്, പിന്നെ നാരങ്ങ നീരുമുണ്ട്. സാധാരണ നമ്മൾ നാരങ്ങാ നീര് അല്ലെ ഒന്നി ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര, അത് മാത്രമല്ലേ നമ്മൾ ഇടുള്ളൂ. പക്ഷേ ഇത് 3ഉം കൂടെ ഒന്ന് ഒന്നിച്ചിട്ട് നോക്കിയേ. ശരിക്കും ഗ്ലൂക്കോസ് പോലെ പഞ്ചസാര ഉപ്പ് എല്ലാ കൂട്ടം കിട്ടും. നമുക്ക് ഏറ്റവും നല്ല വൈറ്റമിൻസ് കിട്ടുകയും ചെയ്യും ഇതിനകത്ത്. പുളി ഒട്ടും അറിയുന്നില്ല. പുളി അറിയാല എല്ലാം എല്ലാ രുചികൾ ഒരുമിച്ച് ഒരേപോലെ ഇങ്ങ് വരും അല്ലേ? ഇത് ഏറ്റവും നല്ല ഇതാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വീട്ടിലുള്ളവർക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരും കുടിച്ചപ്പോൾ നല്ലതായിട്ട് തോന്നിയില്ലേ? ഇനി ഇത് വീട്ടിൽ ചെന്ന് ഈ 3ഉം കൂടെ മിക്സ് ചെയ്യണം. അപ്പോഴേ പറ്റുള്ളൂ. അപ്പോൾ ഇത് 3ഉം കൂടെ ഒന്നിച്ച് ലയിച്ച് ചേരുക വെള്ളത്തിനകത്തേക്ക്. നല്ല കുടിക്കുന്ന വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇത് 3ഉം കൂടെ ഇടണം. ആദ്യം ഉപ്പിടണം, പിന്നെ പഞ്ചസാര ഇടണം, പിന്നെ നാരങ്ങാനീരൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ കൊടുത്താൽ നല്ല സൂപ്പറായിട്ടിരിക്കും. നല്ല ദാഹശമനി. അതെ, കുടിക്കാൻ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, ഇപ്പം ഇതിന് നല്ല ടേസ്റ്റ് തോന്നിയില്ലേ? ഇതേപോലെ തന്നെ മിക്സ്ഡ് ആകുമ്പോൾ, അതായത് ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ കുടുംബവും ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കാണിക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ കാര്യം കൂടെ ഇച്ചിരി പറഞ്ഞുതരാം. കാരണം നമ്മുടെ വീട്ടിൽ ഭർത്താവുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പോൾ പ്രത്യേകിച്ച് ദമ്പതികളെ ഒന്ന് എടുത്തു നോക്കിയേ. ഇപ്പോൾ ഇത് 3 ലയിച്ച് ചേർന്നപ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് രുചി തോന്നി അല്ലേ? നല്ലതായിട്ടൊക്കെ ഫീൽ ചെയ്തു അല്ലേ? പക്ഷേ ഇന്നത്തെ നമ്മുടെ ആ കുടുംബമൊക്കെ ഒന്ന് എടുത്തു നോക്കി. ഇപ്പം നമ്മൾ ഓർത്താൽ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഐക്യപ്പെട്ട് ആ ലയിച്ച് ചേർന്നാലല്ലേ അതിൻ്റെ ഒരു സന്തോഷവും അതൊക്കെ നമുക്കൊന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ പിരിഞ്ഞ് നിന്നാലോ ലയിക്കാൻ പറ്റുന്നില്ല അല്ലേ? ലയിക്കാത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഈ വെള്ളത്തിൽ ലയിക്കുന്ന ഉപ്പ് ലയിക്കും അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഉപ്പ് നമ്മുടെ ഇത് നാരങ്ങാ വെള്ളത്തിന് ടേസ്റ്റാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇതിനകത്തേക്ക് 4 സാധനങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് ഇത്രയും ടേസ്റ്റ് ഇതിന് വന്നേ. ഇതിനകത്തേക്ക് നമ്മൾ വെള്ളത്തിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടു, ഇതിനകത്തേക്ക് പിന്നെ ഉപ്പിട്ടു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നാരങ്ങാനീരൊഴിച്ചു. എന്നാ ഇങ്ങനെ നാരങ്ങാനീര് ഒഴിച്ച് ഇത് ഈ വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് ഇതെല്ലാം കൂടെ ലയിച്ച് ചേർന്നപ്പോഴാണ്
ഇപ്പം നമ്മൾ കുടിച്ചപ്പോൾ ഉള്ള ഈ നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടിയത്. ഇപ്പം 4 സാധനമില്ലേ ഇതിനകത്ത്? ഏതൊക്കെയാ? ഉപ്പ്, പഞ്ചസാര, നാരങ്ങ, വെള്ളം. അപ്പോൾ ഈ വെള്ളത്തിൽ ഇത് ലയിക്കുന്നതായതുകൊണ്ടാണ് ഇത് ലയിച്ചു ചേർന്നത്. ഇനി ലയിക്കാത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നമ്മുടെ കുടുംബജീവിതത്തിനകത്ത് ഈ നമ്മുടെ ലയനം കിട്ടണം. അതായത് ഭാര്യയും ഭർത്താവും ഇതെന്നാന്നറിയാവോ? ഉലുവ. ഈ വെള്ളത്തിൽ ലയിക്കാത്ത സാധനങ്ങളുള്ളതുപോലെ കുടുംബജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ലയനം നടക്കണം. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് നോക്കാം. ഇത് വെറും വെള്ളം കേട്ടോ. ഇത് നമ്മൾ എന്തുമാത്രം ഇട്ട് ഇളക്കിയാലും ഇത് ലയിക്കുമോ? ഇത് ലയിക്കുമോ? ഇല്ല. ഇത് ഇതിൻ്റെ അതേ സ്വഭാവത്തിൽ നിൽക്കും അല്ലേ? തിളപ്പിക്കുമ്പോൾ ഒരു ഇത്തിരി കളറൊക്കെ വ്യത്യാസം വരുന്നേ ഉള്ളൂ. പക്ഷേ ഇത് പച്ചവെള്ളത്തിൽ ലയിക്കുമോ? ലയിക്കില്ല. അതുപോലെ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കടുക്. നമ്മളിട്ട് നോക്കിയേ, അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നോക്കിയേ. ഇതുണ്ടോ? ലയിക്കുമോ? ഇല്ല. എത്ര മാത്രം നമ്മളിത് ഇളക്കിക്കൊണ്ടിരുന്നാലും ഈ കടുക് ഇതിനകത്ത് എത്ര ദിവസം ഇട്ട് ഇളക്കിയാലും ഇതേപടി തന്നെ ഇരിക്കും അല്ലേ? ഇത് വെള്ളത്തിൽ ലയിക്കുകയല്ല. അപ്പം വെള്ളത്തിൽ ലയിച്ച് ചേർന്നാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അല്ലേ? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചപ്പം ഇതിനകത്ത് പഞ്ചസാര ഇട്ടു, ഉപ്പിട്ടു, നാരങ്ങ നീരൊഴിച്ചു. അപ്പം ഇത് ലയിച്ചപ്പോഴാണ് ടേസ്റ്റ് വന്നത്. ഇതുപോലെ നമ്മുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും. കാരണം ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് ഇതുപോലെ ഉലുവ പോലെ, കടുക് പോലെ നിൽക്കുക. 2 കുടുംബത്തിൽ ജനിച്ചു വളർന്നു, 2 വ്യക്തിത്വം, 2 സ്വഭാവം, 2 ഇഷ്ടങ്ങൾ, 2 താല്പര്യം, 2 തരം ബുദ്ധി, എല്ലാം പേഴ്സണാലിറ്റി വ്യത്യസ്തമാണ്. അതെ. അപ്പോൾ ഇവർ രണ്ടും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരിക്കലും ഈ വ്യക്തിത്വം രണ്ടും കൂടെ ഒന്നിച്ചു ചേരില്ല. നമ്മൾ എത്ര ഉപദേശിച്ചാലും, എത്ര വഴക്ക് പറഞ്ഞാലും, എത്ര തമ്മിത്തല്ല് കൂടിയാലും ഈ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ട് ഒരുമിച്ച് ലയിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം, ശീലമൊക്കെ വ്യത്യസ്തമായിട്ടായിരിക്കണത്. പക്ഷേ ഇതിനെ ലയിപ്പിക്കാതെ നമുക്ക് പറ്റുമോ? കുടുംബജീവിതം സന്തോഷപ്രദമാകണം, ആനന്ദപ്രദമാകണം, സ്വർഗീയ സൗഭാഗ്യം നമ്മൾ എവിടെ നിന്ന് അനുഭവിക്കണമെന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ അല്ലേ? കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു വേണം മരണശേഷം സ്വർഗത്തിൽ അത് നേരിട്ട് അങ്ങോട്ട് അനുഭവിക്കാൻ. പക്ഷേ ഈ കടുകും ഉലുവായി നിൽക്കണ പോലെ നിന്നാൽ നമുക്കൊരു സന്തോഷം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇത് ലയിക്കണം. ഇതിനെ ലയിപ്പിക്കാൻ എന്നാ മാർഗം? പച്ചവെള്ളത്തിൽ ലയിക്കില്ല അല്ലേ? അപ്പോൾ ഇതേപോലെ കുടുംബജീവിതത്തിൽ ഉപദേശം കൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ഒരുപോലെ വിദ്യാഭ്യാസമുണ്ട് അല്ലെ, ഒരുപോലെ ജോലി ചെയ്യണു, 2 ഡോക്ടേഴ്സ്, ഭാര്യയും ഭർത്താവും എൻജിനീയേഴ്സ്, അല്ലെ 2 പേർക്കും തുല്യ യോഗ്യത എല്ലാം ഉണ്ടെങ്കിലും അവരുടെ പേഴ്സണാലിറ്റിയിൽ വ്യത്യാസമുണ്ട്, ഇഷ്ടങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഇവരെ ലയിച്ച് ചേർപ്പിച്ചാലേ കുടുംബജീവിതം അനുഗ്രഹപ്രദമാവുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് നമ്മളൊരു കാര്യം, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് നമ്മളോട്, 1 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം, അതിൽ അറിയാവോ? 16 അറിയാവോ? ആർക്കെങ്കിലും കാണാണ്ട് അറിയാവോ? 1 കൊറിന്തോസ് 3-ാം അധ്യായം 16 പറഞ്ഞിട്ടുണ്ട്. കാണാണ്ടറിയാം. എന്താ പറഞ്ഞേ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ആരാണ് നമ്മൾ? ആരാന്ന് തിരിച്ചറിയണം. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെന്നും നമ്മൾ അറിയണം, നമ്മൾ തിരിച്ചറിയണം. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ കിട്ടുമ്പോൾ നമ്മളിൽ ആരുണ്ടെന്നാ പറഞ്ഞേക്കണേ? ദൈവാത്മാവ്. അപ്പം ദൈവാത്മാവ് നമ്മളിലുണ്ട് എങ്കിൽ ഈ ആത്മാവ് ആരിലുണ്ട്? ഭർത്താവിലും ഉണ്ട്, ഭാര്യയിലും ഉണ്ട്. ദൈവത്തിൻ്റെ മക്കളല്ലേ? അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് ഭാര്യയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഭർത്താവിൽ വസിക്കുന്നു. അപ്പം ഈ ആത്മാവ് ഒന്നാ, ദൈവത്തിൻ്റെ ആത്മാവാ. അപ്പം ഇവരുടെ സ്വഭാവവും യോഗ്യതയും ബുദ്ധിയും ശീലങ്ങളും ഇഷ്ടങ്ങളും എല്ലാം 2ആയിട്ട് നിന്നാലും ഇവരിൽ എന്തുണ്ട്? ഒന്നായി നിൽക്കുന്ന ഒരാത്മാവുണ്ട്. അപ്പോൾ ഭാര്യയിലും ഉണ്ട് ദൈവാത്മാവ്, ഭർത്താവിലും ഉണ്ട് ദൈവാത്മാവ്.
അപ്പം ഈ ആത്മാവിൽ ഇവർക്ക് ലയിക്കാൻ പറ്റും. ഇവരുടെ ബുദ്ധിയിലല്ല, ഡിഗ്രിയിലല്ല, ഇവരുടെ സാമ്പത്തിക ഇതിലല്ല, താലന്തുകളിലല്ല. ഇവർക്ക് ലയിക്കാൻ പറ്റുന്ന ഏതിലാണ്? ആത്മാവിൽ. അത് ഈശോ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിച്ചു. നിങ്ങളിൽ ആത്മാവുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളാവുമ്പോൾ അവരിൽ ആരുണ്ട്? ദൈവാത്മാവ് വസിക്കൂ എന്നല്ല പറഞ്ഞേക്കുന്നത്, വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പം ഈ തിരിച്ചറിവ് കിട്ടണം. എന്നിൽ ദൈവാത്മാവുണ്ട്, എൻ്റെ ജീവിത പങ്കാളി ദൈവാത്മാവുണ്ട്. ഇത് തിരിച്ചറിയുമ്പോൾ ഈ ആത്മാവിൻ്റെ ഐക്യമാണ് നമുക്ക് ലയിക്കാൻ പറ്റും. ഇപ്പം നാരങ്ങാ വെള്ളത്തിൽ എന്തൊക്കെ ലയിച്ചു? ഉപ്പും പഞ്ചസാരയും നാരങ്ങാനീരും ലയിച്ചു. അപ്പോൾ അതിന് ടേസ്റ്റ് ഉണ്ടായി. അത് ഏതിലാണ് ലയിച്ചത്? വെള്ളത്തിൽ ലയിച്ചു. അപ്പം വെള്ളത്തിൽ ലയിക്കുന്ന രീതിയിലേക്ക് അത് വന്നതുകൊണ്ടാണ് അല്ലേ? ലയിക്കുന്നതായിരുന്നു അത് ലയിച്ചു. അപ്പം അതിന് ടേസ്റ്റ് ഉണ്ടായി. പക്ഷെ കടുക് ഉലുവയോ ലയിച്ചില്ല. അപ്പം ഇതേപോലെ ഒരു പൊതു ഘടകം, പൊതു ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ദൈവം വെച്ച് തന്നിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ ഐക്യത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹപ്രദമാക്കാനായിട്ട് സാധിക്കും. അത് ലയിക്കാൻ പറ്റുന്ന കുടുംബവും ലയിക്കാൻ പറ്റാത്ത കുടുംബവും ഒക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിലുണ്ട്. ശരിക്കും അതെന്നെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ്. ചേച്ചി, പരിശുദ്ധാത്മാവിനെ നമ്മൾ തിരിച്ചറിയണ്ടേ? അറിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തു വരും. അപ്പോൾ ഈ ഐക്യം വരുമ്പോഴാണ് രണ്ടുപേരിലും ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറത്തു വരും. സ്നേഹം, ആനന്ദം, സന്തോഷം, ദയ, ആത്മസമ്മേനം, ഇതൊക്കെ ഇല്ലേ? അതെല്ലാം നമ്മൾ രണ്ടുപേരിലും ഒരുപോലെ ഒരാത്മാവ് പ്രവർത്തിക്കുമ്പോൾ രണ്ടുപേരിൽ നിന്നും ആ ഫലം പുറത്തു വരുമ്പോൾ രണ്ടുപേർക്കും ഐക്യം ഉണ്ടാകും, രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാകും, രണ്ടുപേർക്കും സമാധാനം ഉണ്ടാകും. അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് 1 സാമുവേൽ 1-ാം അധ്യായം, അതിനകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. 1 മുതൽ വായിക്കാൻ അതിൻ്റെ കണ്ടന്റ് ഞാൻ പറയാം. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, ഹന്നായും പെനീനായും. പെനീനായ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നായ്ക്കായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോൾ 2 അന്നത്തെ കാലഘട്ടം കേട്ടോ. അന്ന് 1ഉം 2ഉം ഭാര്യമാരെ എത്ര വേണേ, അന്നത്തെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് അന്ന് കല്യാണം കഴിക്കാം. ഇന്നങ്ങനെ പറ്റുമല്ലോ. അപ്പോൾ അന്നത്തെ രീതി അനുസരിച്ച് 2 ഭാര്യയുണ്ട്. പക്ഷേ ഒരാൾക്ക് ആർക്കാ മക്കളില്ലാത്ത? ഹന്നായ്ക്ക് മക്കളില്ല, പെനീനായ്ക്ക് മക്കളുണ്ട്. അപ്പോൾ ഈ മക്കളുള്ള പെനീന ഈ ഹന്നായെ എപ്പോഴും ഹരാസ് ചെയ്തുകൊണ്ടിരിക്കും. അതിനെ എപ്പോഴും സങ്കടപ്പെടുത്തി കുറ്റപ്പെടുത്തി, നമ്മുടെ ഇടയിലൊക്കെയുള്ള സ്വഭാവമല്ലേ, ശരിക്കും കുറ്റപ്പെടുത്തി ഇങ്ങനെ കുശുമ്പൊക്കെ പറഞ്ഞ് അതിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ എൽക്കാന എല്ലാ വർഷം തോറും തൻ്റെ പട്ടണത്തിലെ ഷീലോയിലേക്ക് പോകുമായിരുന്നു. അതായത് അവിടെ ഈ ഭർത്താവ് ബലിയർപ്പിക്കാനായിട്ട് അവിടെ പോകുമ്പോൾ ഈ പെനീന ഈ ഹന്നായെ കണ്ടമാനം ദ്രോഹിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹന്നായ്ക്ക് സഹിക്കാൻ പറ്റാതെ ഹന്ന എങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാതെ, നമുക്ക് സങ്കടം വന്നാൽ വല്ലതും കഴിക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടാന്ന് വെച്ചേക്കും അല്ലേ, നമുക്ക് ഇറങ്ങൂല അങ്ങോട്ട്. അപ്പം ഇങ്ങനെ ഇത് മുഴുവൻ കേട്ട് സങ്കടപ്പെട്ട് ഒന്നാമത് മക്കളുമില്ല, ഇങ്ങനെ വിഷമിച്ച് വേദനിച്ചിരിക്കുമ്പോൾ ഈ എൽക്കാന വന്നിട്ട് ഈ ഹന്നായോട് പറയണ ഒരു വചനമുണ്ട് അതിനകത്ത്. അതായത് കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിന് ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? അപ്പം മക്കളില്ലാത്തതിൻ്റെ ദുഃഖം ഹന്നായ്ക്കുണ്ട്. അപ്പം ഈ ഭർത്താവ് അത് തിരിച്ചറിയുക. ഇവളുടെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന്, ഭാര്യയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് തിരിച്ചറിയുന്ന ഭർത്താവ് എൽക്കാന നല്ല ഭർത്താവാണ് അല്ലേ? അപ്പം നമ്മുടെയൊക്കെ പരാതി എന്നാ? തിരിച്ചറിയുന്നില്ല. നമ്മുടെ ദുഃഖം എന്നാന്ന്, ഏറ്റവും വലിയ ദുഃഖം എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് അറിയത്തില്ല അല്ലേ? ഏറ്റവും വലിയ സന്തോഷം എന്താ ഭാര്യയുടെ എന്ന് ചോദിച്ചാലോ, അതും ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റത്തില്ല. ഇവിടെ എൽക്കാന നല്ലൊരു ഭർത്താവാണ്. ഹന്നായിക്ക് മക്കളില്ലെങ്കിൽ പോലും ഹന്നായെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഭർത്താവ്. അപ്പോൾ ഈ ഭർത്താവ് ഹന്നാടെ എനിക്ക് വന്നിട്ട് ചോദിക്കുവാണ്, നീ എന്തിനാ കരയണത്? നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? അതായത് 10 മക്കളുടെ സ്നേഹം ഞാൻ നിനക്ക് തരും. അപ്പം അത്ര സ്നേഹം, ഐക്യം ഭാര്യയും ഭർത്താവും തിരിച്ചറിയുക. അതെന്തുകൊണ്ടാണ്? എൽക്കാനയെക്കുറിച്ച് ബലിയർപ്പിക്കാൻ പോകുന്നു, കർത്താവിൻ്റെ ഭവനത്തിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പം ആത്മാവില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുമോ? ഇല്ല. ബലിയർപ്പിക്കാൻ പോകുമോ? ദേവാലയത്തിൽ പോകുമോ? ഇല്ല.
അപ്പം നല്ല ഒരു ഭർത്താവ്, ഭാര്യ. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹന്ന ദേവാലയത്തിൽ ചെന്നു. അവിടെ അവളുടെ ഹൃദയം മുഴുവനും സങ്കടവും കരച്ചിലുമായിട്ട് ചൊരിഞ്ഞു. അങ്ങനെ അവിടുന്ന് പിന്നെ അവൾക്ക് കുഞ്ഞിനെ കിട്ടുക. അത് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ കൊച്ചിനെ കിട്ടി, അവരുടെ ജീവിതം സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ആത്മാവിൻ്റെ ഐക്യമുള്ള ഒരു ഭാര്യയും ഭർത്താവ്. മക്കളില്ലെങ്കിലും അവിടെ ഭർത്താവ് ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു, സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, അവളെ കരുതുന്ന ഒരു ഭർത്താവ്. അതെന്തുകൊണ്ട്? ആത്മാവിൻ്റെ ഐക്യമുള്ളത് കൊണ്ടാണ് പരസ്പരം. അപ്പോൾ ശാന്തയായി വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. അങ്ങനെയാണ് അവിടെ ഏലി പുരോഹിതനെ കണ്ടുമുട്ടുന്നതുമൊക്കെ. കുഞ്ഞുണ്ടാകുന്നുണ്ട്, ആ കൊച്ചിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയാൽ അവൾ ആശ്വസിച്ചു. കരഞ്ഞ് കഞ്ഞി കുടിക്കാതെ വെള്ളവും കുടിക്കാതെ സങ്കടപ്പെട്ട് ഭക്ഷണം ഉപേക്ഷിച്ച് ദുഃഖിച്ചിരുന്നവൾക്ക് ഭർത്താവിൻ്റെ ഒരൊറ്റ വാക്ക്, മോളെ നിനക്ക് ഞാൻ 10 പുത്രമേക്കാളും ഉപരിയാണ്, അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള. ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒറ്റ വാക്ക് മതി നമുക്ക് ഉണർവുണ്ടാകാൻ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വാൻകിടാവേ എന്നൊന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു അല്ലേ. ഏറ്റവും സന്തോഷം നമുക്കത് മതി. എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതവും ജോലിയും വേണേൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഭർത്താവിൻ്റെ ഒരു വാക്ക് അല്ലേ, നമ്മൾ സ്ത്രീകൾ അതിനു വേണ്ടി ഈ പുറകെ നടക്കണം. അതുകൊണ്ട് അവർ പറയുകയില്ല. ഇവിടെ എൽക്കാന പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അല്ലേ, ഐ ലവ് യു. എങ്ങനെ സ്നേഹിക്കുന്നു? 10 പുത്രന്മാരെക്കാട്ടിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കാനുണ്ട്, മോളെ നീ കരയണ്ട എന്ന് പറയുമ്പോൾ അവൾ ആശ്വസിക്കുന്നു. അവിടെയാണ് അവൾ സമാധാനപ്പെട്ടു. അവൾ ദേവാലയത്തിലേക്ക് പോവുക. അവർ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഭർത്താവിൻ്റെ ആ സ്നേഹം വന്നപ്പോൾ, ആ സ്നേഹ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് സമാധാനം ഹൃദയത്തിൽ കിട്ടി. അവരൊരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ദേവാലയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഈ നാരങ്ങ നീരും പഞ്ചസാരയും ഉപ്പുമൊക്കെ വെള്ളത്തിൽ ലയിച്ച് ചേരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുന്നത് പോലെ ഭാര്യയും ഭർത്താവും പരിശുദ്ധാത്മാവിൽ ലയിച്ച് ആ ആത്മാവിൽ നിറഞ്ഞ് ഒരു ജീവിതം നയിക്കുമ്പോൾ ആ കുടുംബത്തിൽ സന്തോഷമാണ്. അവിടെ പരസ്പരം ആശ്വസിപ്പിക്കപ്പെടും. അവിടെ സന്തോഷവും സങ്കടവും ഷെയർ ചെയ്യും. എല്ലാവരുടെ ഐക്യത്തിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. അതൊരു ആനന്ദമാണ്. എന്നാൽ ലയിച്ച് ചേരാത്ത കുടുംബമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും ആത്മാവിൻ്റെ ഐക്യത്തിലല്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. അതായത് അവർ ഹസ്ബൻഡ് എൻജിനീയറാണ്, ഇവർ ഭാര്യ ടീച്ചർ, 2 പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഇവരുടെ വീട്ടിലൊരു ഇച്ചിരി അല്ലറ ചില്ലറ പ്രശ്നമെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവരൊരു സൈക്കോളജിക്ക് കൗൺസിലിങ്ങിന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കൗൺസിലർ ഇവർക്ക് നിർദ്ദേശം കൊടുത്തു, എന്നും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂറെങ്കിലും നിങ്ങൾ തമ്മിൽ എല്ലാവരോടും ഒന്ന് സംസാരിക്കണം. അത് കഴിഞ്ഞ് ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഏതാണ്ട് ഒരു 2 മാസക്കാലം ഇവർ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷമായിട്ടങ്ങ് കഴിഞ്ഞു പോന്നു. അപ്പോൾ സ്കൂൾ അടയ്ക്കാറായി. അപ്പോൾ ഇവരൊരുമിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. അന്നേരം ഭർത്താവ് പറഞ്ഞു, എടി നമുക്ക് സ്കൂൾ അടയ്ക്കുമല്ലോ, നിൻ്റെ സ്കൂളും അടയ്ക്കും പിള്ളേരുടെ സ്കൂളും അടയ്ക്കും. അപ്പോൾ ഞാൻ കുറച്ച് ലീവ് എടുക്കാം, ലോസോപ്പ ആണെങ്കിലും എടുക്കാം, നമുക്ക് ഒരുമിച്ച് ഒരു ടൂർ പോകാമെന്ന്. അപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ടൂർ പോകാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തേക്കടിക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തേക്കടി പോകാമെന്ന് പറഞ്ഞു. ആ ശരി തേക്കടിക്ക് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഭാര്യ പറഞ്ഞു, അല്ല ചേട്ടാ നമുക്ക് മലമ്പുഴയ്ക്ക് പോകാം. മലമ്പുഴ ആകുമ്പോൾ ഒത്തിരി നല്ല ഇതൊക്കെ കാണാൻ, ചെടികൾ, പൂക്കൾ, റോപ്പ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അന്നേരം പിള്ളേരും പറഞ്ഞു, ആ ശരിയാ നമുക്ക് തേക്കടിയെക്കാട്ടിലും നല്ലത് നമ്മൾ അങ്ങോട്ട് മലമ്പുഴയ്ക്ക് പോകണമെന്ന്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അല്ലടി തേക്കടിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നാൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ മൃഗങ്ങളെയൊക്കെ കാണാം, നല്ല പ്രകൃതി സൗന്ദര്യം, അതൊക്കെ എൻജോയ് ചെയ്യുക, ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല ചേട്ടാ മലമ്പുഴ തന്നെയാണ് നല്ലത്, കാരണം റോഡും നല്ലതാണ്, മറ്റിങ്ങനെ പോകണ്ടേ, വളവും തിരിവും ഒക്കെ ഉണ്ട്. കട്ടപ്പനയ്ക്ക് പോകണം, കട്ടപ്പന കഴിഞ്ഞല്ലേ പോകേണ്ടത്, ഒത്തിരി പോകണം, ഒത്തിരി യാത്രയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അല്ല ചേട്ടാ നമുക്ക് മലമ്പുഴയ്ക്ക് പോകാം. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അല്ലെന്നേ നമുക്ക് തേക്കടിക്ക് പോകാം. ഭർത്താവ് പറഞ്ഞു തേക്കടിക്ക് പോകാമെന്ന്, ഭാര്യ പറഞ്ഞു മലമ്പുഴയ്ക്ക് പോകാമെന്ന്. എന്തു വേണ്ടി? അരമണിക്കൂർ പോയിട്ട് 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും രണ്ടും കൂടെ പൂരാടിയും വഴക്കും. പിള്ളേർ രണ്ടും കൂടെ പേടിച്ച് പെരയ്ക്കകത്ത് കയറി കഥ അടച്ചു. കാരണം
ഒരാൾ പറഞ്ഞതിനെ ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റ് ഇങ്ങനെ കൗൺസിലിംഗ് പറഞ്ഞത് നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അരമണിക്കൂർ സംസാരിക്കണം, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ അവർ ഫോളോ ചെയ്ത് ആ നിർദ്ദേശം അംഗീകരിച്ച് അങ്ങനെ പോകുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഒരാശയം ഒരാളുടെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ അവിടെ പൊട്ടിത്തെറി ഉണ്ടായി. അപ്പോൾ ഇതാണ്, ഇവർ രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡാണ്, വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുള്ളവരാണ്, നല്ല വിവേകമുള്ളവരാണ്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞ ഭർത്താവ് പറഞ്ഞ ആശയത്തെ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല, ഭാര്യ പറഞ്ഞ ആശയത്തെ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ പറ്റണില്ല. അവർ തമ്മിൽ പിള്ളേർ പേടിച്ച് അകത്ത് കയറി കഥ കടച്ചു. അപ്പോൾ അതോടുകൂടി അവരുടെ സന്തോഷം എല്ലാം തീർന്നു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആത്മാവിൽ ഐക്യപ്പെട്ടിരുന്നെങ്കിൽ, അതായത് ഈ ഭൗതിക തലത്തിലുള്ള ഒരു കാര്യത്തിലും നമുക്ക് ഐക്യപ്പെടാൻ പറ്റില്ല. ഒരാളുടെ ഇഷ്ടത്തോട് ചേരാൻ നമുക്ക് പറ്റില്ല. അല്ലെ നമ്മൾ ഭയന്നിട്ടായിരിക്കും ചേരുന്നത്. ഭർത്താവിനെ ഭയന്നായിരിക്കും, ഓ ഈ മനുഷ്യൻ ഇത് പറഞ്ഞു, ഇനി ഇതിനോട് ചേർന്നില്ലെങ്കിൽ പുള്ളി ഇവിടം കുളമാക്കും എന്നുള്ള ചിന്ത, ഭയം. ആ ഭയം വന്ന് ചിലപ്പം യോജിച്ചെന്ന് വരാം. പക്ഷെ അതൊരു സ്നേഹമല്ല, അതൊരു ആത്മീയമായ ഒരു സന്തോഷത്തിൻ്റെ തലമല്ല, അത് ഭയത്തിൻ്റെ തലമാണ്. പിന്നെ ഭീഷണിപ്പെടുത്തി അനുസരിപ്പിക്കുക എന്നൊക്കെയുള്ള ഇത് വരും, പിണങ്ങിയിരിക്കുക, ഇതൊക്കെ. ഇതങ്ങനെയല്ല. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ആത്മാവിൻ്റെ ഐക്യം ഇവർക്ക് വന്നിട്ടില്ല. ഭൗതിക തലത്തിൽ ഇവർ ഐക്യപ്പെടാൻ നോക്കുക. കാരണം രണ്ടുപേരുടെയും ടേസ്റ്റ് വ്യത്യസ്തമാണ്, രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവർക്ക് തമ്മിൽ യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവരിൽ ആത്മാവിൻ്റെ ഐക്യത്തിലായിരുന്നു ഇവരെന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആരെങ്കിലും ഒരാളുടെ ഇഷ്ടത്തോട് യോജിക്കുമായിരുന്നു. എന്നാ ഭർത്താവ് പറഞ്ഞാലേ അന്നാ നമുക്ക് കട്ടപ്പനയ്ക്ക് പോയേക്കാം. അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഈശോയെ ഞങ്ങൾക്കൊരു ടൂറ് പോകണം, ഞങ്ങൾ എങ്ങോട്ട് പോകണം, ഞങ്ങളുടെ ഭർത്താവ് പറയണു ഇവിടെ പോകണം, എവിടെയാ പോകണം, ഭാര്യ പറയണു മലമ്പുഴയ്ക്ക് പോകണം. അപ്പം ഇവർ രണ്ടുപേരും ഈ മക്കളും കൂടെ കൂടിയിരുന്ന് ഈശോയോടൊന്ന് ചോദിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവുണ്ട്. ഈ പരിശുദ്ധാത്മാവിലൂടെ ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈ സ്നേഹം നമ്മളിലുണ്ട് എങ്കിൽ നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച്, അതായത് ഈശോ പറഞ്ഞിട്ടുണ്ട് ഈ ഭൂമിയിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത്. അപ്പം ഏറ്റവും കൂടുതൽ യോജിക്കാൻ പറ്റിയ രണ്ട് വ്യക്തികളാണ് ഭാര്യയും ഭർത്താവും. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടല്ല ഒന്നാണ്. അപ്പം ഈ ഐക്യത്തിൽ ഇരുന്ന് ചോദിക്കണം, ഈശോയെ ഇങ്ങനെ ഒരു ടൂറ് പോകണം, ഞങ്ങൾ ഏത് സ്ഥലം തിരഞ്ഞെടുക്കണം. അപ്പോൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഐക്യം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും, ഐക്യപ്പെടും. അപ്പോൾ ഭർത്താവ് പറഞ്ഞതിനോട് ഭാര്യ യോജിക്കും, ചിലപ്പോൾ ഭാര്യ പറഞ്ഞതിനോട് ഭർത്താവ് യോജിക്കും. അവിടെ സമാധാനമായി അവരാനന്ദിച്ച് സന്തോഷമായിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരെവിടെ പോയത് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ച് എൻജോയ് ചെയ്തു വന്നേനെ. ഇത് അവർക്ക് സാധിച്ചില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് കടുക് വെള്ളത്തിലിട്ടു, ലയിച്ചോ? ഇല്ല. ഉലുവ ഇട്ടു, ലയിച്ചോ? ഇല്ല. അപ്പം ഈ വ്യക്തിത്വങ്ങൾ അതേപടി നിൽക്കുമോ? ഭാര്യയുടെ ഇഷ്ടം അതേപടി നിൽക്കണം, മലമ്പുഴയ്ക്ക് പോകണം, അവിടെ തന്നെ പോകണം. ഭർത്താവിൻ്റെ ഇഷ്ടം അങ്ങനെ തന്നെ നിൽക്കണം, തേക്കടിക്ക് പോകണം, അവിടെ തന്നെ നിൽക്കണം. അപ്പം ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കുക, പാരലായിട്ടേ പോവുള്ളൂ, യോജിച്ച് പോകുകയല്ല. അപ്പം ശരിക്കും ആത്മാവിൻ്റെ ഐക്യമുണ്ടെങ്കിൽ ദമ്പതികൾ തമ്മിൽ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഈ കാലഘട്ടത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പണ്ടും അങ്ങനെയാണ്, പക്ഷെ ഇനി ഒന്നും കൂടെ ഐക്യപ്പെട്ടാലേ കുടുംബത്തിൽ സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇത് പറയുമ്പോൾ ഇതിനകത്ത് വേറൊരു അപകടവും കൂടെ ഉണ്ട്. അതായത് ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഭയങ്കര സ്നേഹമായിരിക്കും. അത് ഏതിലാണ് സ്നേഹിക്കണേന്ന് ഓർക്കണം. അതായത് അപ്പസ്തോല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ അതിൽ 5-ാം അധ്യായം, അതിനകത്ത് അനനിയാസും സഫീറയും ഉണ്ട്. അറിയാവുന്നല്ലേ അത്? അവരും ദമ്പതികളാണ്. അവർ ഭയങ്കര യോജിപ്പായിരുന്നു, ഭയങ്കര ഐക്യമായിരുന്നു. പക്ഷെ എന്തിലാ? പാപം അതായത് ഒളിച്ചു വെക്കുന്നതിലും ദൈവഹിതത്തിനെതിരായിട്ട് ചെയ്യുന്നതിലും ഭാര്യയും ഭർത്താവും ഐക്യപ്പെട്ടു നിന്നു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ ഏത് ആത്മാവിൽ ഐക്യപ്പെടുന്നത്. ഇവിടെ അവർ സ്ഥലം വിറ്റു, പറമ്പ് വിറ്റിട്ട്, അന്നത്തെ ആദ്യ ക്രിസ്തീയ സമൂഹത്തിൽ അങ്ങനെ എല്ലാം വിറ്റിട്ട് അപ്പസ്തോലന്മാരുടെ ഇരിക്കെ കൊടുത്ത് അവരെല്ലാം ഒരു സമൂഹമായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ ആരും പറയാതെ ഭാര്യയും ഭർത്താവും കൂടെ അവനവനുണ്ടായിരുന്നത് വിറ്റിട്ട് അതിൻ്റെ ഒരു പങ്കെടുത്ത് ഒളിച്ചു വെച്ചിട്ട് ബാക്കി കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പത്രോസിലിയ ചോദിച്ചു, ബാക്കി നിങ്ങൾ എന്തിനാ ഈ കള്ളം പറയണേന്ന്? പക്ഷെ അവർ ദൈവത്തോടാണ് അവിശ്വസ്തത കാണിച്ചത്. അപ്പോൾ അവിടെ അവർക്ക് മരണം ഉണ്ടായത് രണ്ടുപേർക്കും. അപ്പം നമ്മൾ തിരിച്ചറിയണം, ഭാര്യയും ഭർത്താവും ഐക്യപ്പെട്ട് ജീവിക്കണം,
പക്ഷെ അത് ഏത് ആത്മാവിലായിരിക്കണം എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. നമ്മൾ എന്നാ ചെയ്യണം? ഒരു 5 കാര്യം ഒന്ന് ചിന്തിച്ചു. ഒന്ന്, നമ്മൾ എന്നാ ചെയ്യണം? കൂദാശ ജീവിതം നയിക്കണം അല്ലേ? വചനം വായിക്കണം, കുടുംബ പ്രാർത്ഥന മുടക്കരുത് അല്ലേ? വചനം വായിക്കണ്ടേ നമ്മൾ? വചനം വായിക്കണം, കുടുംബ പ്രാർത്ഥന. അതുപോലെ നന്നായിട്ട് അധ്വാനിക്കണം, ആലസ്യം പിടിച്ചിരിക്കരുത്. അപ്പം നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ മുമ്പ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിറവിന് വേണ്ടി ദാഹിക്കണം. ഈ 5 കാര്യങ്ങളും നമ്മൾ എല്ലാ ദിവസവും ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയും പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെ നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് ഈ നാരങ്ങായും പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേർന്ന് നല്ല ലയിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയ പോലെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുമ്പോട്ട് നയിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ കമ്മിറ്റിയായി നമുക്കിപ്പോൾ ഇനി വീട്ടിൽ ചെന്നാൽ ഇതുപോലെ തീർച്ചയായിട്ടും നാരങ്ങ ഉണ്ടാക്കി കുടിക്കൂലേ? ഇനി നാരങ്ങയും പഞ്ചസാരയും മാത്രമല്ല, അഞ്ജുചി ദമ്പതികൾ പരസ്പരം ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കൂടുതൽ അഭിഷേകത്തിന് കിട്ടും. കാരണം പരസ്പരം തലയെ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോകുന്നതൊക്കെ ഒത്തിരി അനുഗ്രഹമാണ്. അത് ഈ ആത്മാവിൻ്റെ ഐക്യം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ തലയെ കൈവയ്ക്കാൻ ഭാര്യ ചെല്ലുമ്പോൾ എന്നെ പറയും, നീ എന്തിനാ എൻ്റെ തലയെ കൈവയ്ക്കണമെന്നിരിക്കും. അതുകൊണ്ട് ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും മക്കൾക്കും കുടുംബത്തിനും ലോകം മുഴുവനും കിട്ടണമെന്ന് ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഒരുങ്ങാം അല്ലേ? കമ്മിറ്റിയുടെ തീരുമാനമൊക്കെ എഴുതി വയ്ക്കണം കേട്ടോ. സെക്രട്ടറി ചുമ്മാ ചേച്ചി അപ്പം നാരങ്ങ വെള്ളം പോലെ ഞങ്ങളും ലയിച്ചു തരും കുടുംബജീവിതം. നല്ലൊരു ക്ലാസ്. അതെ, ഞാനും പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാമല്ലോ കേട്ടോ. ശരി.